പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരമപരിശുദ്ധ തൃത്വ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തലശ്ശേരി അതിരൂപതയിലെ വിളക്കന്നൂർ ഇടവകയിൽ ദൈവം തന്നിട്ടുള്ള പരിശുദ്ധ കുർബാന അത്ഭുതത്തെ ഓർത്ത് പരമപരിശുദ്ധ തൃത്വ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിളക്കന്നൂർ ഇടവക ലോകത്തിന്റെ ശ്രദ്ധ മുഴുവനും ആകർഷിക്കുന്ന ശ്രദ്ധാകേന്ദ്രമായി തീരുന്ന വലിയൊരു തീർത്ഥാടന കേന്ദ്രമായി തീരുകയാണ്. അതിനെ ഓർത്തും പരമപരിശുദ്ധ തൃത്വ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ അത്ഭുതം ഇന്ന് നടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ് എന്ന് പറയേണ്ടി വരും. എങ്ങനെയാണ് വിളക്കണ്ണൂരിലെ ഈ ആരാധനക്രമ പരിശുദ്ധ കുർബാന അത്ഭുതം വലിയ അത്ഭുതമായിട്ട് തീർന്നിട്ടുള്ളത്? അതിൻ്റെ 4 തലങ്ങളിലേക്കാണ് ഞാൻ ഇവിടെ ഈ നിമിഷങ്ങളിൽ കടന്നു ചെല്ലുക. ഒന്നാമതായിട്ട് സ്വാഭാവികമായ അല്ലെങ്കിൽ പ്രകൃതിയോട് ചേർന്നുള്ളതായ അത്ഭുതത്തിന്റെ തലം. രണ്ടാമതായി ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ തലത്തിലുള്ളതായ മഹാത്ഭുതം. മൂന്നാമതായി തിരുമുഖ ഭക്തിയുടെ തലത്തിലുള്ളതായ വലിയൊരു അത്ഭുതം. നാലാമതായി ആരാധനക്രമ തലത്തിലുള്ളതായ മഹാത്ഭുതം. അപ്പോൾ ഒന്നാമതായി സ്വാഭാവിക തലത്തിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്വാഭാവികമായ പ്രകൃതിയുടെ നിയമങ്ങൾക്ക് അതീതമായ ഒരു കാര്യമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാവരും പറയുന്ന, ഇതിനെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങളിൽ എല്ലാവരും പറയുന്ന ഒരു പ്രത്യേക കാര്യം നമുക്ക് ഓർത്തിരിക്കാൻ സാധിക്കട്ടെ. വിളക്കന്നൂർ ഇടവകയിൽ സംഭവിച്ചിട്ടുള്ള മഹാത്ഭുതം ആഗോള കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ്, ആദ്യത്തെ അത്ഭുതമാണ്. എന്ന് പറഞ്ഞാൽ കർത്താവ് യേശു മിശിഹാ പരിശുദ്ധ കുർബാന സ്ഥാപിച്ച് 2000 വർഷങ്ങൾ ആകാൻ പോകുമ്പോൾ ആ പരിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള ആദ്യത്തെ വലിയ അത്ഭുതമാണിത്. ഇത് ദിവ്യകാരുണ്യ സാന്നിധ്യത്തിന്റെ അത്ഭുതം എന്നതിനേക്കാൾ കൂടുതലായി പരിശുദ്ധ കുർബാനയുടെ അത്ഭുതമാണ്. അത് പശ്ചാത്തലമായി വെച്ചുകൊണ്ട് സ്വാഭാവിക തലത്തിൽ ഇതെങ്ങനെ അത്ഭുതമായി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ 13 വർഷങ്ങളോളം കടന്നുപോയി ഈ സംഭവം നടന്നിട്ട്. പതിവ് പോലെയുള്ള പരിശുദ്ധ കുർബാനയിലെ റൂഹ അനുസ്മരണ പ്രാർത്ഥനയുടെ സമയത്ത് അല്ലെങ്കിൽ റൂഹാക്ഷണ പ്രാർത്ഥനയുടെ സമയത്ത് തിരുവോസ്തിയിൽ പുരോഹിതൻ ഉപയോഗിക്കുന്ന വലിയ ഓസ്തിയിൽ ഈശോയുടെ തിരുമുഖം തെളിഞ്ഞു. 13 വർഷം കഴിഞ്ഞിട്ടും ആ തിരുവോസ്തി ഇന്നും പുത്തനായിരിക്കുന്നു. അതിന് കേട് വന്നിട്ടില്ല. ശാസ്ത്രീയമായ പഠനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നു ഒക്കെ ചെയ്തു. പക്ഷെ അത് പൊട്ടിയിട്ടില്ല, അതിന് പൂപ്പൽ പിടിച്ചിട്ടില്ല. ഇന്നും അത് ഭക്ഷ്യയോഗ്യമായി നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതെ, സ്വാഭാവികമായ നിയമങ്ങൾക്ക് അതീതമായി നിൽക്കുന്ന ഒരു വലിയ സത്യം. എങ്ങനെ? ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ ഈ തിരുവോസ്തി 13 വർഷം വെറും കടലാസ് കനം അത്രേ ഉള്ളൂ. ഇത്രയും സുദീർഘമായ വർഷങ്ങളിൽ കേടുപറ്റാതെ ആയിരിക്കുന്നു. അതൊരു വലിയ അത്ഭുതമാണ്. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ അത് ഗോതമ്പപ്പമാണെങ്കിലും സജീവനായ ദൈവമാണ്, ദൈവത്തിന്റെ സാന്നിധ്യമാണത്. സാധാരണഗതിയിൽ സക്രാരികളിൽ സൂക്ഷിക്കുന്ന തിരുവോസ്തി കൂടി വന്നാൽ 1 മാസം അത് കേടായി പോകും, ഭക്ഷ്യയോഗ്യമായിരിക്കില്ല, പൂപ്പല് പിടിക്കും. പക്ഷെ ഇതാ ഇവിടെ സുദീർഘമായ വർഷങ്ങൾ കടന്നുപോയിട്ടും ഇന്നും പുതിയ തിരുവോസ്തിയായി അത് നിൽക്കുകയാണ്. രണ്ടാമതായി ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ തലത്തിലുള്ളതായ മഹാത്ഭുതം.
എന്താണത്? നൂറ്റാണ്ടുകളിൽ പല രാജ്യങ്ങളിൽ ഒരുപാട് ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. ശാസ്ത്രീയമായ പഠനങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ് അത്ഭുതം? പരിശുദ്ധ കുർബാനയിൽ വാഴ്ത്തപ്പെട്ട തിരുവോസ്തി യഥാർത്ഥത്തിൽ ബാഹ്യമായ രീതിയിൽ കാണാൻ സാധിക്കുന്ന മാംസവും രക്തവുമായിട്ട് മാറ്റപ്പെടുന്നു. ഈ വിഷയത്തെക്കുറിച്ച് ചൈനീസ് മീഡിയയിലൂടെ ഞാൻ തന്നെ മറ്റൊരു പ്രസംഗം പറഞ്ഞിട്ടുണ്ട്. അതിലെ കാര്യങ്ങൾ ആവർത്തിച്ച് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് കൂടി ഒന്ന് സൂചിപ്പിച്ചു കൊള്ളട്ടെ. അവിടെ ഞാൻ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇത് അത്ഭുതങ്ങളുടെ അടയാളമാണ്. അതെ, അത്ഭുതങ്ങളുടെ അടയാളമാണ്. അതായത് ഈ അത്ഭുതം ഓസ്തി ബാഹ്യമായ രീതിയിൽ മാംസരക്തമായിട്ട് മാറ്റപ്പെട്ടിട്ടുള്ള അടയാളമല്ല, മറിച്ച് ആ തിരുവോസ്തിയിൽ ഈശോമിശിഹായുടെ മുഖം തെളിഞ്ഞിരിക്കുകയാണ്. വെറോനിക്ക കർത്താവിന്റെ മുഖം തുടച്ചപ്പോൾ ആ തുണിയിൽ ഈശോയുടെ തിരുമുഖം പതിഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഈശോമിശിഹായുടെ തിരുമുഖം കച്ചയിൽ പതിഞ്ഞിരിക്കുന്നത് പോലെ, ഇതാ തിരുവോസ്തിയിൽ ഈശോയുടെ മുഖം തെളിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുക, ഇത് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ തലത്തിലുള്ള അത്ഭുതമാണ്. അതായത് ആദ്യമായിട്ടാണ് തിരുസഭയുടെ ചരിത്രത്തിൽ ഔദ്യോഗികമായി ഇത് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഈശോയുടെ തിരുമുഖം ആ വലിയ തിരുവോസ്തിയിൽ ആർക്കും കാണാനായിട്ട് സാധിക്കും. ഓർക്കുക, ചില അത്ഭുതങ്ങളിൽ എല്ലാവർക്കും ദർശിക്കാനും അനുഭവിക്കാനും സാധിക്കുകയില്ല. ഉദാഹരണമായി, ചില സ്ഥലങ്ങളിൽ പ്രാർത്ഥനകൾക്കിടയിൽ, ആരാധനയ്ക്കിടയിൽ ജപമാല ചൊല്ലുമ്പോഴൊക്കെ സുഗന്ധാഭിഷേകം ഉണ്ടാകാറുണ്ട്. പക്ഷേ ആ സുഗന്ധം എല്ലാവർക്കും ലഭിക്കാറില്ല. നമ്മൾ ഇവിടെ കാണുന്നത് അതല്ല. ഇപ്പോൾ അരുളിക്കായിൽ എഴുന്നള്ളിച്ചു വെച്ചിട്ടുള്ള ആ തിരുവോസ്തിയിൽ ഈശോയുടെ തിരുമുഖം എല്ലാവർക്കും കാണാനായിട്ട് സാധിക്കും. തൊട്ടു നോക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ. ഇനി തൊട്ടു നോക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ശാസ്ത്രീയമായ രീതിയിൽ അത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൂന്നാമതായിട്ട്, ഇതൊരു മഹാത്ഭുതമാണ്. ദിവ്യകാരുണ്യത്തിലുള്ള തിരുമുഖത്തിന്റെ മഹാത്ഭുതം. കത്തോലിക്ക തിരുസഭയിൽ ഈശോയുടെ തിരുമുഖത്തോടുള്ള ഭക്തിയുണ്ട്. ആ ഭക്തിയുടെ അടിസ്ഥാനം നിൽക്കുന്നത് വെറോനിക്ക കർത്താവിന്റെ മുഖം തുടച്ചപ്പോൾ ആ തുവാലയിൽ പതിഞ്ഞ ആ തിരുമുഖത്തെ ആ അടിസ്ഥാനം ഇട്ടുകൊണ്ടാണ്. കർത്താവിന്റെ ശരീരം പൊതിഞ്ഞ കച്ചയിന്മേലുള്ള കർത്താവിന്റെ തിരുമുഖത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ്. അങ്ങനെ തിരുമുഖ ഭക്തി സഭയിലുണ്ട്. ഇതാ ഇവിടെ മറ്റൊരു തിരുമുഖ ഭക്തി. പക്ഷേ ഇത് വെറും തിരുമുഖ ഭക്തിയല്ല, പരിശുദ്ധ കുർബാന തിരുമുഖ ഭക്തിയാണ്. അതായത് പരിശുദ്ധ കുർബാനയിൽ പുരോഹിതൻ ഉപയോഗിക്കുന്ന തിരുവോസ്തിയിൽ ഈശോമിശിഹായുടെ തിരുമുഖം തെളിഞ്ഞു എന്നുള്ളത്. ഇവിടെ ഒരു അപകടം പതിയിരിപ്പുണ്ട്. അപകടം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പരിശുദ്ധ കുർബാന തിരുമുഖ ഭക്തിയെ പരിശുദ്ധ കുർബാനയിൽ നിന്നും അടർത്തി മാറ്റി വെറും ഒരു തിരുമുഖ ഭക്തി അഭ്യാസത്തിലേക്ക് തരം താഴ്ത്താനുള്ള ഒരു അപകടം ഇവിടെയുണ്ട്. അതിൽ വീണു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്താണ്? തിരുമുഖം തിരുവോസ്തിയിൽ തെളിഞ്ഞിരിക്കുന്നു. അത് പ്രഥമമായും പ്രധാനമായും തിരുമുഖത്തിന്റെ അത്ഭുതം എന്നതിനേക്കാൾ കൂടുതലായി പരിശുദ്ധ കുർബാനയിൽ വാഴ്ത്തപ്പെട്ട തിരുവോസ്തിയിൽ നടന്നിരിക്കുന്ന അത്ഭുതമാണ്. ഇവിടെ കേന്ദ്രമായിട്ട് വരേണ്ടത് പരിശുദ്ധ കുർബാനയാണ്, തിരുമുഖമല്ല എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം. അതായത് തിരുവോസ്തി എന്ന് പറയുന്നത് ഇന്നും സജീവനായി നിൽക്കുന്ന, ഉത്ഥിതനായി നിൽക്കുന്ന, സ്വർഗത്തിലായിരിക്കുന്ന ഈശോമിശിഹ തന്നെയാണ്. തീർച്ചയായും അത് ഈശോയുടെ മാംസരക്തങ്ങളാണ്. ഈശോയുടെ മാംസരക്തങ്ങൾ എന്ന് പറയുമ്പോൾ
സജീവനായ ഈശോ, സജീവമായ മാംസരക്തങ്ങൾ, ഇതാ അത് വെറും മാംസരക്തങ്ങൾ മാത്രമല്ല, ഈശോയാകുന്ന വ്യക്തി കൂടെയാണ് ഇവിടെ സന്നിഹിതരായിട്ടുള്ളത്. നാലാമതായി, ഇതൊരു മഹാത്ഭുതമാണ്. പരിശുദ്ധ കുർബാനയുടെ ആരാധനക്രമ മഹാത്ഭുതമാണ്. ഈ സംഭവം നടന്നത് സുറമലബാർ കുർബാന ക്രമത്തിലാണ്. അത് റൂഹാക്ഷണ പ്രാർത്ഥനയുടെ സമയത്താണ്. അപ്പോൾ ലോകം മുഴുവനും ഓരോ കത്തോലിക്കനും ചിന്തിക്കുന്ന ഒരു വിഷയമാണ്, എപ്പോഴാണ് അപ്പവും മീനും മാംസരക്തങ്ങളായിട്ട് മാറുന്നത്? ആ വിഷയത്തെക്കുറിച്ച് വിശദീകരിച്ച് ജൈനീസ് മീഡിയയിലൂടെയുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഒത്തിരി വിശദീകരിക്കുന്നില്ല. ഈശോയുടെ സാന്നിധ്യം കൂദാശയുടെ വചനങ്ങളുടെ സമയത്താണ് ഉണ്ടാകുന്നത് എന്നുള്ളത് നിഷേധിക്കേണ്ട കാര്യമില്ല. പക്ഷേ പരിശുദ്ധാരൂപിയുടെ പ്രാധാന്യത്തെയാണ് ഇവിടെ ദൈവം വെളിപ്പെടുത്തുക. സുറമലബാർ കുർബാനയിൽ കൂദാശ വചനങ്ങൾക്ക് ശേഷമാണ്, കൂദാശ ഭാഗത്തിന്റെ അവസാന ഭാഗത്താണ് കർത്താവായ ദൈവമേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് പറയുന്നത്. അപ്പോൾ പരിശുദ്ധ കുർബാനയിലുള്ള പരിശുദ്ധാരൂപിയുടെ സജീവമായ പ്രവർത്തനത്തെയാണ് ഇവിടെ പ്രത്യേകമായിട്ട് ദൈവം അംഗീകരിച്ചുകൊണ്ട് പറയുക. അങ്ങനെ നോക്കുമ്പോൾ ഇത് ഒരു ആരാധനക്രമ പരിശുദ്ധ കുർബാന മഹാത്ഭുതമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അങ്ങനെ സ്വാഭാവിക തലത്തിൽ ഇതൊരു മഹാത്ഭുതമാണ്. ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ തലത്തിൽ ഒരു അത്ഭുതമാണ്. തിരുമുഖ ഭക്തിയുടെ തലത്തിൽ മറ്റൊരു അത്ഭുതമാണ്. എല്ലാറ്റിലും ഉപരി എന്ന് ഞാൻ പറയും, ഇതൊരു ആരാധനക്രമ പരിശുദ്ധ കുർബാന മഹാത്ഭുതമാണ്. ഈ അത്ഭുതം കാണാനായിട്ട് എല്ലാവരും പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എന്തുകൊണ്ടാണ്? പരിശുദ്ധ കുർബാനയുടെ ദർശനത്തിനുള്ളതായ അവസരമാണ് ദൈവം ഒരുക്കിയിട്ടുള്ളത്. നമ്മൾ ഒരുപാട് തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് പോകാറുണ്ട്. വേളങ്ങളിലേക്ക് പോകുന്നു, മലയാറ്റൂർക്ക് പോകുന്നു, ദേവസഹായം പള്ളിയുടെ അടുക്കൽ പോകുന്നു, തങ്കിപ്പള്ളിയിൽ പോകുന്നു, അർത്തുങ്കൽ പോകുന്നു. മാതാവിന്റെ പേരിലുള്ള ധാരാളം തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട്. അവിടെയൊക്കെ നമ്മൾ പോകുന്നത് നമ്മുടെ ഒരു പ്രത്യേകമായ വ്യക്തിപരമായ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും. തീർച്ചയായും ദൈവം അത് നൽകുന്നുണ്ട്. അതൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ വ്യക്തിപരമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി എന്നതിനേക്കാൾ കൂടുതലായി പരിശുദ്ധ കുർബാന എന്താകുന്നുവെന്ന് കണ്ടുകൊണ്ട് മനസ്സിലാക്കുന്ന ഒരു ബൗദ്ധിക അത്ഭുതം അവിടെ നടക്കട്ടെ. ഏത് മതത്തിൽപ്പെടുന്നവരാകട്ടെ, ഏത് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെടുന്നവരാകട്ടെ, ഈ യാഥാർത്ഥ്യത്തിന്റെ മുമ്പിൽ പരിശുദ്ധ കുർബാനയിലൂടെ ദൈവം എന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ശക്തമായ സാന്നിധ്യം ദൈവം നൽകുന്നുണ്ട്. മാംസരക്തങ്ങൾ മാത്രമല്ല, ഈശോയുടെ വൈയക്തികമായ സാന്നിധ്യമുണ്ട് എന്ന് വിശ്വസിക്കാനായിട്ട് നമ്മൾക്ക് സാധിക്കട്ടെ. ആ മഹാത്ഭുതം നമ്മളിൽ സംഭവിക്കാൻ നമ്മളെല്ലാവരും ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പോകുന്നവരായി ആവാൻ സാധിക്കട്ടെ. പരമപരിശുദ്ധ തൃത്വ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.